അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മംഗൂസ് മൗലിദ് സബക്ക് 50. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുമ്മ ലമ്മാ ജാഅ വഖ്തുൽ വിലാദ, അങ്ങനെ പ്രസവത്തിൻ്റെ ടൈം വന്നപ്പോൾ, വഖറജ മൻഷൂർ സആദ, വിജയത്തിൻ്റെ പരസ്യമാക്കപ്പെട്ട ആ സംഗതി പുറത്തു വന്നപ്പോൾ, വജത്ത ബി ആമിനത്ത അംറുൽ വിലാദ, പ്രസവത്തിൻ്റെ കാര്യം ആമിന ബീവിയിൽ ഉറപ്പായപ്പോൾ, വഹാന ബുറൂസു ഷംസി സആദ, വിജയത്തിൻ്റെ സൂര്യൻ്റെ ഉദയം അത് ഉറപ്പായപ്പോൾ, തലഅല അൽ ഹഖ്, ഹക്ക് വെളിവായി. ഹക്ക് ലംഘി, ഹക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മുത്തനബിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം, അല്ലെങ്കിൽ സാക്ഷരമായ ഹക്ക് സത്യം. ഹക്ക് വെളിവായി. നൂറൻ, നൂറിനാൽ വെളിവായി. എങ്ങനത്തെ നൂറാണ്? അല്ലാഹ്, അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന. വനുഷിറത്ത് ലഹു ഫിൽ കൗനി അലാമുറ്റില്ലാ, വനുഷിറത്ത് ലഹു, മുത്തനബിയുടെ പ്രസവത്തിന് വേണ്ടി പരത്തപ്പെട്ടു, ഫിൽ കൗനി, പ്രപഞ്ചത്തിൽ, അലാമുറ്റില്ലാ, തൃപ്തിയുടെ പതാകകൾ. ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. വൈദ ആ സമയത്ത്, അവിടെ ചില കോപ്പിയിൽ കാണാം ഇതൻ എന്ന് തൻവീനിട്ട് വായിക്കാറുണ്ട് ചില ആളുകളൊക്കെ. അങ്ങനെ വായിക്കരുത്. ഫുജായിയായ ഇതയാവുമ്പോൾ തൻവീൻ ഉണ്ടാകില്ല എന്നാണ് നിയമം. അപ്പോൾ വൈദ ആ സമയത്ത് ബി തോഇരിൻ, ബഹുമാനപ്പെട്ട ആമിന ബീവി ഒരു പക്ഷിയുടെ അരികിലാണ്. അബിയത, വെളുത്തതായ പക്ഷിയുടെ അരികിലാണ്. അത് സഖത്ത മിനൽ ഹവ, അവിടെ ചില ആളുകൾ ദാലിന സൈനിലേക്ക് ഇദ്ഗാം ചെയ്യാറുണ്ട്. ഒരു ഒറ്റപ്പെട്ട കോലുണ്ടെങ്കിലും ഏറ്റവും നല്ല വായന കത് സക്കത്ത ഇദ്ഗാം ചെയ്യാതെ വായിക്കലാണ്. അങ്ങനെ നമ്മുടെ കിറായത്തിലൊക്കെ അങ്ങനെയാണല്ലോ. കത് സമി അല്ലാഹു എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വായിക്കണ്ടേ? കത് സക്കത്ത മിനൽ ഹവ. മനസ്സിലായോ? ആ വെളുത്ത പക്ഷി അന്തരീക്ഷത്തിൽ നിന്ന് തായോട്ട് പതിച്ചു. എന്നിട്ട് ഫമർറ ബി ജനാഹൈഹി, ആ പക്ഷി ഉണ്ടല്ലോ അതിൻ്റെ ചിറക് കൊണ്ട് എന്ത് ചെയ്തു? നടന്നുപോയി. അലാപത്തിന് ആമിന, ആമിന ബിയുടെ വയറിൻ്റെ അരികിലൂടെ ചിറകിട്ടടിച്ചു. മുസ്ലിയൻ, സ്പീഡ്, പെട്ടെന്ന്. ഫളറബഹൽ മഖാദ്, ആ സമയത്താണ് മഹദി അവർക്ക് പ്രസവ നൊമ്പരം പിടികൂടിയത്. അതിനെ അപ്പോൾ ഏത് രാവിലെ? ലൈലത്തുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച രാവിൽ. അസാനി ആശറ മിൻ ശഅരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ നിന്ന് 12ൻ്റെ രാത്രി, ആ തിങ്കളാഴ്ച രാവിലാണ് ബഹുമാനപ്പെട്ട ആമിന ബീവിക്ക് പ്രസവ നൊമ്പരം പിടികൂടിയത്. അങ്ങനെ വവലദത്ത് സ്വബീഹത്തഹ, ആ രാത്രിയുടെ ആ പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ആമിന ബീവി പ്രസവിച്ചു. നബിയസ്സഖലൈൻ, ഇരുസക്കലിൻ്റെയും അഥവാ ജിന്നിൻ്റെയും ഇൻസിൻ്റെയും നബിയായ മുത്തുനബിയെ മഹദിറുൽ പ്രസവിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മുത്തുനബിയുടെ മേലും അവിടുത്തെ മേലും അടുത്ത സ്വഹബിൻ്റെ മേലും അള്ളാഹിൻ്റെ സ്വലാത്തും സലാമും വർഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നൽകട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.